മറുനാടൻ എന്ന് പറയുന്ന ഓൺലൈൻ മാഗസിൻ്റെ ഷായൻസ് കറിയ ഇപ്പോൾ ശരിയായി കളയും എന്ന് പറഞ്ഞ് എത്ര കേസ് രജിസ്റ്റർ ചെയ്തു? പുല്ലുപോലെ ഊരിപ്പോയില്ലേ? അതിനുശേഷം എത്രയോ കേസുകൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടേണ്ടവരാണെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തവരാണെങ്കിലും ഒരു തരത്തിലുള്ള സെൻസും സെൻസിബിലിറ്റിയും ഇല്ലാതെ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേരള പോലീസ്. അതിൻ്റെ തലപ്പത്ത് മുഖ്യമന്ത്രിയാണ്. ഈ ശബരിമല കേസിൽ കൺട്രോൾ പോയ സർക്കാർ സംവിധാനം എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്. ആർക്കൊക്കെയോ ഏതൊക്കെയോ ചങ്ങലയുടെ കണ്ണികൾക്ക് ഭ്രാന്താണ്. ഏത് ചങ്ങലക്കാണെന്ന് നമുക്കറിയില്ല. പക്ഷേ പോലീസ് സംവിധാനത്തിലെ സർക്കാർ സംവിധാനത്തിലെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. പ്രത്യേകിച്ച് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് ഒന്നല്ല കേട്ടോ, പല മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അതിൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങുകയാണ്. തൊടുന്നതിനെല്ലാം പാട്ടുണ്ടോ, ശരി കേസെടുത്തേരെ, അവനെ എല്ലാം പിടിച്ച് നമുക്ക് ചോദ്യം ചെയ്യാമെന്ന് പറയുക. കുറച്ച് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അത് ചെയ്യരുത്, അബദ്ധമാണെന്ന് പറയുമ്പോൾ അബദ്ധത്തിൽ നിന്ന് പിന്മാറുക. അതിനുശേഷം ഒരു AI ചിത്രം പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ കേസെടുക്കുക. അപ്പം തിരിച്ചൊരു ചോദ്യം ഇന്ന് കോൺഗ്രസ് പ്രവർത്തകർ ചോദിച്ചു, കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു, രാജീവ് ചന്ദ്രശേഖരനെതിരെ എന്താ കേസെടുക്കാത്തത്? ആ ചിത്രത്തിൽ അതും AI ആണ്, ഇത്രയും ചിരിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയും പോറ്റിയും അടുത്തടുത്തല്ല നിൽക്കുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് ചെയ്ത FB പോസ്റ്റിനകത്ത് അവർ രണ്ടുപേരും അടുത്തടുത്താണ്. അതെന്താ നിങ്ങൾ അപ്പം എന്താ പിടിക്കാത്തത്? അത് നവംബർ 29-ാം തീയതിയാണ്. ഒരു മാസം പോലും ആയിട്ടില്ല. അതിന് കേസെടുത്തിട്ടില്ല. അപ്പോൾ അതിനെന്ത് ന്യായം പറയും? അപ്പം കോൺഗ്രസ് ആരോപിക്കുന്നു, നിങ്ങൾക്ക് കോൺഗ്രസ് പിന്നെ പൂട്ടാൻ വേണ്ടി BJPയും CPMും ഒരുമിച്ച് കളിക്കുന്ന നാടകമാണ്. വൈകുന്നേരം ഇപ്പം ആര് പെട്ടു? CPM ഒരു കാരണവശാലും ഊരാൻ പറ്റാത്ത കുടുക്കിലേക്ക് പെടുകയാണ്.